ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഡോറമോൺ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 കേക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഒന്നിൻ്റെ വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. ഒന്നൊരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കാണ്. ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല. ഇത് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ കേക്കും ഞാനിവിടെ 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയി ഞാനിതൊന്നും കാണിക്കുന്നില്ല, കാരണം 2-3 കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നീട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും കൂടി ഇട്ട് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് അതിൻ്റെ മേലെ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ഏകദേശം കഴിഞ്ഞ് ഇനി 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സൈഡ് ബോർഡറിലേക്ക് കുറച്ച് ബ്ലൂ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കിനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് പല പോരായ്മകളും ഇതിലുണ്ടാകാം. ഇനി നമുക്കതിൽ ബോർഡർ വരച്ച് കൊടുക്കാം. ബ്ലൂ വിപ്പിംഗ് ക്രീം വെച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വൈറ്റ് ഡോട്ടും ഇട്ട് കൊടുത്ത് നമുക്ക് ബോർഡർ റെഡിയാക്കി എടുക്കാം. കേക്ക് ബോർഡ് ചെറുതായതുകൊണ്ട് ഞാനൊരു ഹോം മെയ്ഡ് കേക്ക് ബോർഡ് ആക്കി അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തതാണ്. പിന്നീട് നമുക്കൊന്ന് മേൽഭാഗം കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. കണ്ണിൻ്റെ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണിൻ്റെ ബോർഡർ സൈഡൊക്കെ ചോക്ലേറ്റ് ഗണാശ് വെച്ചൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം മൗത്ത് വായ വരച്ചെടുക്കാം. പിന്നീട് അവിടെ ഒരു ഡോട്ട് റെഡ് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മൗത്ത് ഭാഗത്തേക്ക് അതിൻ്റെ ടങ്ക് റെഡ് കളർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോറമോൺ കേക്ക് ഏകദേശം റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ.
ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ഡോറമോൺ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഡോറമോൺ കേക്ക്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ മറ്റൊരു കേക്കും കൂടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതാണത്. അപ്പോൾ ഇതൊരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.